നമസ്കാരം. മലയാളം സ്റ്റോറീസ് ആൻഡ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കാൾ പ്രധാനം ആ കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. ഒരേ സാഹചര്യത്തിൽ രണ്ടുപേർ രണ്ട് രീതിയിലാണ് ചിന്തിക്കുക. ഒരാൾ അതിൽ തകർച്ച കാണുമ്പോൾ മറ്റൊരാൾ അതിൽ പുതിയൊരവസരം കണ്ടെത്തും. ഇതിനെയാണ് നമ്മൾ മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മറ്റുള്ളവരോ സാഹചര്യങ്ങളോ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ചിന്താഗതിയിൽ വരുത്തുന്ന ഒരു ചെറിയ മാറ്റം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റുമെന്ന് നമുക്ക് നോക്കാം. പഴയൊരു കഥ പറയാം. ഒരിക്കൽ ഒരു ചെരുപ്പ് കമ്പനി തങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനായി 2 സെയിൽസ്മാൻമാരെ ഒരു ദൂരെയുള്ള ദ്വീപിലേക്ക് അയച്ചു. ആദ്യത്തെ സെയിൽസ്മാൻ അവിടെ എത്തിയപ്പോൾ കണ്ടത് അവിടുത്തെ ആരും തന്നെ ചെരുപ്പ് ധരിക്കുന്നില്ല എന്നാണ്. അയാൾ ഉടനെ കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇവിടെ ആരും ചെരുപ്പിടാറില്ല, അതുകൊണ്ട് നമുക്കിവിടെ ഒന്നും വിൽക്കാൻ കഴിയില്ല, ഞാൻ മടങ്ങി വരികയാണ് എന്ന്. എന്നാൽ രണ്ടാമത്തെ സെയിൽസ്മാൻ അവിടെ എത്തിയപ്പോൾ അയാൾ ആവേശഭരിതനായി. അയാൾ കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇതൊരു വലിയ അവസരമാണ്, ഇവിടെ ആർക്കും ചെരുപ്പില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ എല്ലാവർക്കും ചെരുപ്പുകൾ വിൽക്കാൻ കഴിയും, വേഗം കൂടുതൽ സ്റ്റോക്ക് അയച്ചു തരൂ എന്ന്. ദ്വീപ് ഒന്നായിരുന്നു, സാഹചര്യവും ഒന്നായിരുന്നു. പക്ഷേ ആ 2 വ്യക്തികളുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. ജീവിതം നമുക്ക് മുന്നിൽ വെല്ലുവിളികൾ തരുമ്പോൾ നമ്മൾ അത് എങ്ങനെ കാണുന്നു എന്നതാണ് നമ്മുടെ വിജയം തീരുമാനിക്കുന്നത്. നമ്മുടെ പക്കൽ ഇല്ലാത്തതിനെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് പകരം ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ലൊരു ദിവസത്തിന് നന്ദി പറഞ്ഞു തുടങ്ങൂ. എനിക്ക് കഴിയില്ല, ഇത് നടക്കില്ല തുടങ്ങിയ വാക്കുകൾ മാറ്റി ഞാൻ ശ്രമിച്ചു നോക്കാം, ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാമെന്ന് പറഞ്ഞ് ശീലിക്കുക. നിങ്ങളെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്നവർക്കിടയിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നവരുമായി ഒരു സൗഹൃദം സ്ഥാപിക്കുക. ലോകം നിങ്ങൾക്ക് എന്തു നൽകുന്നു എന്നതിലല്ല, നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം. ഇരുട്ടിൽ തപ്പിത്തടയുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ മെഴുകുതിരി കത്തിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ പോസിറ്റീവ് ചിന്തയുടെ പ്രകാശം പരക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മലയാളം സ്റ്റോറീസ് ആൻഡ് തോട്ട്സ് എന്ന നമ്മുടെ കുടുംബത്തിൽ അംഗമാകാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി.